ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദയുടെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ തെളിവുകൾക്ക് മുമ്പിൽ ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ വർഷയും നന്ദിനി എടുത്തിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ. മുത്തശ്ശി എന്നിട്ട് ആ ഫോണിലെടുത്ത വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഇന്നലെ ഉച്ചയ്ക്ക് സൂത്രത്തിൽ നന്ദിനി വർഷയുടെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണ്. അപ്പോൾ ഒന്ന് വെറുതെ മറിഞ്ഞു നിന്ന് പോയി നോക്കിയപ്പോഴാണ് ഇവരുടെ പ്ലാനിങ് ഒക്കെ മനസ്സിലായത്. ഇവർ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിനെ അപമാനിക്കാനാണെന്ന് മനസ്സിലായപ്പോൾ ഒരു നിഴൽ പോലെ പിന്നെ വർഷയുടെയും നന്ദിനിയുടെയും പിന്നാലെ ഞാൻ ഉണ്ടായിരുന്നു. വർഷ നന്ദിനിക്ക് 4 വളകൾ കൊടുക്കുന്നതും നന്ദിനി അത് ശ്രീജയുടെ ബാഗ് കൊണ്ടുവയ്ക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ ആക്കി പകർത്തി വെച്ചിട്ടുമുണ്ട്. വീഡിയോ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. എന്നിട്ട് ആ ശ്രീജയുടെ ബാഗിൽ നിന്ന് ആ വള എടുത്ത് മാറ്റി വെച്ചത് ഞാൻ തന്നെയാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. ഇനി നന്ദിനിയും വർഷയും ശ്രീകാന്തും പറയും, ആരാ യഥാർത്ഥ മോഷ്ടാവ്? നിങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആകെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കാനുണ്ട് അപ്പം 3 പേരും. എന്നിട്ട് ശങ്കരൻ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശങ്കരന് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ശ്രീകാന്തിൻ്റെ കാരണത്തൊക്കെ ഒരടി കൊടുക്കുന്നുണ്ട്. നല്ല ദേഷ്യത്തിൽ കാരണത്തേക്ക് നോക്കി നല്ലൊരടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാറി ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോരുത്, ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോരുത്, എവിടേക്ക് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആകതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, നാണം കെട്ടിട്ട്. അപ്പോൾ പത്മ വന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, ഇനി എന്ത് കാഴ്ച കാണാനാണ് നീ ഇവിടെ നിൽക്കുന്നത്? ഇങ്ങനെ എല്ലാവരുടെ മുന്നിലും ഞങ്ങളെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? വിളിച്ചുകൊണ്ട് പോടാ നിൻ്റെ ഭാര്യനെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ആ ചാക ദേഷ്യം തന്നെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ വിക്രമിനോട് വന്ന് പറയുന്നുണ്ട്, സോറി പറഞ്ഞാൽ തീരില്ല, അങ്ങനെ ഒരു സോറി പറയാൻ പറ്റുന്നൊരു പ്രശ്നമല്ലാന്ന് എനിക്കറിയാം. വീട്ടുകാരെ കൂടി ഇങ്ങനെ അപമാനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല, ഇനി ക്ഷമിക്കണമെന്ന് പറയാൻ കേട്ടോ വിക്രമിനോട് ശങ്കരനാരായണൻ. അപ്പോൾ വിക്രം ഒന്നും പറയണ്ട കേട്ടോ. വിക്രം തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പം അച്ഛമ്മ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ശങ്കരനാരായണ, അപമാനിക്കാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ, അപമാനിക്കപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, സത്യമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊന്നും നടക്കാതിരുന്നത്, നീ ഇനി അത് മനസ്സിലൊന്നും വയ്ക്കേണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും നല്ലൊരു കാര്യത്തിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ, അത് ഞങ്ങളോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ പിണങ്ങിയിട്ടൊന്നും പോവരുതെന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ അച്ഛമ്മ അറിയും, പിണങ്ങി പോവേ, എന്തിനിപ്പോൾ പിണങ്ങി പോകുന്നത്? പത്മേ, നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കുക, അത് കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പത്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാൻ പോകുന്നുണ്ട്. പിന്നെ വിക്രത്തിനെ വിളിച്ചിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, പോയി ഇരിക്കുക, കഴിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദിനിയുടെ തീരത്തേക്ക് മുത്തശ്ശി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് പച്ചവെള്ളം ഞാൻ തരില്ല, പോയി പുറത്തിരുന്ന മര്യാദയ്ക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദയും പറയുന്നുണ്ട്, എന്തിനായിരുന്നു നന്ദിനിയെടുത്ത് ഇങ്ങനെ? എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ തീർക്കാനായിരുന്നെങ്കിൽ ഇങ്ങനൊരു വഴി വേണ്ടായിരുന്നു. പാവം നമ്മുടെ ശ്രീചേട്ടത്തി നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങളെന്ന് നന്നാവണമെന്നേ ആ പാവം വിചാരിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ പാവത്തിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, പറ്റിപ്പോയി മോളെ, നീ ക്ഷമിക്ക്, നിന്നെ ശ്രീചേട്ടത്തിനെ തെറ്റിക്കാനാന്ന് പറഞ്ഞപ്പോൾ ചെയ്തു പോയതാണ്, ക്ഷമിക്ക് നീ എന്നോട് എന്നൊക്കെ നന്ദിനി വേദയോട് പറയുന്നുണ്ട് കേട്ടോ. വേദ അതൊന്നും കൂസാതെ കൈ വിട്ടിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇവർ കഴിക്കലൊക്കെ കഴിഞ്ഞ് പോകുന്നതൊന്നും നേരെ കാണിക്കില്ല. പിന്നെ കാണിക്കുന്ന സീൻ ഇവർ അമ്പലത്തിലെത്തിയതാണ് കേട്ടോ. അമ്പലത്തിലെത്തിയിട്ട് ഇവർ തൊഴുകുന്നുണ്ട്. പൂജാരി പറയുന്നുണ്ട്, എന്തായി 2 വീട്ടിലും വെച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 2 പേരും കൂടി ചേർന്നിട്ട് ആ വിഗ്രഹം നടയിലേക്ക് വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമും ചേർന്നിട്ട് വിഗ്രഹം നടയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പൂജാരി പറയുന്നുണ്ട്, ഇനി ഒരു ചൊവ്വയും വ്യാഴമൊക്കെ നോക്കിയിട്ട് 2-3 ആഴ്ച ഇവിടെ വന്ന് പറ്റുമെങ്കിൽ 2 പേരും ചേർന്ന് പ്രാർത്ഥിക്കണം, അത് നല്ലതിനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പ്രസാദമൊക്കെ മേടിച്ച് തൊടുന്നുണ്ട്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടോന്ന് നിന്ന് എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് ചോദിക്കുക, ആദ്യം നീ പ്രാർത്ഥിച്ചത് എന്താ പറയും, ഇനിയും കുരുട്ടുബുദ്ധി തോന്നിക്കട്ടെ എന്നാണോ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട്, എന്താ അച്ഛമ്മ ഇങ്ങനെ പറയുന്നത്, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അബദ്ധമോ? ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആസൂത്രിതമായ കുറ്റം എന്നാ പറയുക, അല്ലാതെ അബദ്ധം എന്നല്ല പറയുക എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണല്ലേ അപ്പം നന്ദിനിയെടുത്ത് അവിടെ നിന്നത്. അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ശ്രീചേട്ടത്തിൻ്റെ ബാഗിൽ നിന്നാണ് കിട്ടിയിരുന്നെങ്കിൽ എന്താ പറയുക?
അപ്പം നന്ദിനി പറയുന്നുണ്ട് വിക്രം അത് ചെയ്തു പോയി. എന്തിനായിരുന്നു നന്ദിനിയെടുത്ത് ശരിക്കും അത് ചെയ്തതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് വേറെ എന്തിനാ എന്നെയും ശ്രീചേട്ടത്തിനെയും തമ്മിൽ തെറ്റിക്കാൻ. അപ്പം അച്ഛമ്മയും പറയുന്നുണ്ട് അത് ആ ഒരു കാരണം കൊണ്ട് ഇപ്പം അടുപ്പത്തിലുള്ള 2 കുടുംബങ്ങളും തമ്മിൽ വേർപിരിയല്ലോ, അതും കൂടി ആയിരിക്കും ആവശ്യമെന്ന് പറയാണ് കേട്ടോ. ഇത് ശരിക്കും വീട്ടിലെല്ലാവരോടും പറയുക വേണ്ടത്. സുധാകരനും ശ്രീജിയും കമലയൊക്കെ ഇത് അറിയണമെന്ന് പറയുമ്പോൾ നന്ദിനിക്ക് പേടിയായിട്ട് നന്ദിനി പറയൂ അച്ഛമ്മേ അച്ഛനൊന്നും ഇത് അറിയരുത്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ വിനായകേട്ടനും ഇതിന് കൂട്ട് നിന്നിട്ടുണ്ടോ? അല്ല പണ്ടും ഇതിനേക്കാളൊക്കെ എക്സ്പേർട്ട് പണ്ടും ഇതൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ് വിനായകേട്ടൻ എന്ന് പറയാൻ കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട് വിനായകേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങളിത് ആരോടും പറയരുത്, ഞാനിനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല സത്യമായിട്ടൊന്നും അറിയാൻ കേട്ടോ. അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും പത്മയോ സാവിത്രിയോ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലും പോരെ നന്ദിനി എന്ന് പറയുന്നുണ്ട്. അപ്പം വേദടുത്തേക്ക് നേരെ തിരിഞ്ഞ് നന്ദിനി പറയുന്നുണ്ട് വേദ നീ ഒന്ന് പറയുക അവരോട് വിളിച്ച് പറയണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല, പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന പോലെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. പക്ഷെ നന്ദിനിയടുത്ത് ഇനി ഇതുപോലത്തെ കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ക്ഷമിച്ച പോലെ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ വിക്രം പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് മുത്തശ്ശി പറഞ്ഞ എല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതായി ഈ പറഞ്ഞ നാടകത്തിനൊക്കെ ഞാൻ കൂട്ടുനിന്നു. ഇനി എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. ചൊവ്വ വെള്ളി എന്നൊക്കെ പറഞ്ഞ് ഇനി മുത്തശ്ശി എന്നെ അങ്ങോട്ട് വരാനും ഇങ്ങോട്ട് വരാനൊന്നും വിളിക്കരുത്. എനിക്കിതോടെ മടുത്തു എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് പറഞ്ഞിട്ട് വിക്രം പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിൽക്കട അവിടെ, ഞാനിവിടുന്ന് നേരെ തറവാട്ടിക്കാണ് പോകുന്നത്, നിനക്ക് ഇവരെ വീട്ടിലാക്കിയിട്ട് പോയാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം വേദന നോക്കിയിട്ട് പറയുന്നുണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ആളല്ലേ അവൾ, പിന്നെ ഇപ്പോൾ എന്തിനാ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ എൻ്റെ ഒരു തുണ, അതിൻ്റെ ആവശ്യമില്ല, അവൾ ഒറ്റയ്ക്ക് പോയിക്കോളും എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രം പോവുകയാണ്. അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പഴയ പോലെ ഒന്നും അല്ല അവൻ്റെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ വേദ ചിരിച്ചിട്ട് പറയുന്നുണ്ട് അതെ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ വിക്രം നിന്ന് തരുമോ, പഴയ സ്വഭാവമായിരുന്നെങ്കിൽ. വിക്രം ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. പക്ഷെ നന്ദിനിക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. നന്ദിനി മനസ്സിൽ പറയുന്നുണ്ട് എന്നെ നാണം കെടുത്തിയ എന്നെ അവരുടെ മുന്നിലൊക്കെ നിങ്ങൾ നാണം കെടുത്തതല്ലേ, ഇതിനുള്ളതൊക്കെ ഞാൻ പ്രതികാരം ചെയ്തിട്ട് ഞാൻ അടങ്ങൂന്ന്, എൻ്റെ കയ്യിൽ ഒരു ദിവസം കിട്ടുമെന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ വർക്ക്ഷോപ്പാണ് കാണിക്കുന്നത് കേട്ടോ. വർക്ക്ഷോപ്പിൽ സജീവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജോസഫ് എവിടെ, വിക്രം വന്ന് നോക്കുമ്പോൾ ജോസഫ് പറയുന്നുണ്ട് വന്നപ്പോൾ തൊട്ട് ആ വണ്ടിയുടെ അടിയിൽ കയറിയിരുന്നു, പണിയോട് പണിയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ആ വണ്ടിയുടെ അടിയിൽ നിന്ന് എണീച്ചിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് മാറ്റണം, നീ പാർട്ടീനെ വിളിച്ച് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജീവ് പറയുന്നുണ്ട് അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞ വഴിഞ്ഞ് നീ തിരഞ്ഞെടുത്തൂലേ, ഇനി ഇങ്ങനെ തന്നെ മതിയിടാ, ഇനി നീ തല്ലിനും വഴക്കിനൊന്നും പോവാണ്ടിരുന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് അതെങ്ങനെ, ഇടയ്ക്കൊരു തല്ല് കൊടുക്കേണ്ടവർക്ക് ഒരു തല്ലൊക്കെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വിക്രം ഭയങ്കര പാവമായി പോകുമെന്ന് പറയാൻ കേട്ടോ. അതൊന്നും വേണ്ട, ഇങ്ങനെ ഒരു മാറ്റം എല്ലാവർക്കും നല്ലതാണ്. ഇപ്പോഴാണെന്ന് വെച്ചാൽ നീ ജോലിക്ക് പോകാൻ തുടങ്ങി, വേദയുടെ വീട്ടുകാരായിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട്, അതൊക്കെ തന്നെ വലിയ മാറ്റമാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് എല്ലാവരും അതിന് ഒരുപോലെ എല്ലാവരും വിക്രത്തിന് നല്ല രീതിക്ക് ആയിട്ടില്ലല്ലോ പറയുമ്പോൾ എന്തിനാ നീ അവൻ്റെ ഏട്ടൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം നോക്കേണ്ടത്, വേദയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ ഇപ്പോൾ ഈ ബന്ധമായിട്ട് അനുകൂലിച്ച് നിൽക്കുകയല്ലേ, പിന്നെ ഇപ്പോൾ വേറെ എന്താ പ്രശ്നം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് അതൊന്നും ഇവൻ്റെ കൺസേണിൽ പെടുന്നതല്ല, ഇവൻ രാവിലെ വന്നപ്പോൾ തൊട്ട് ഞാൻ ഇതന്നെ പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്നത് ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹം അങ്ങനെ ഒരു വാക്കിൻ്റെ പുറത്തോ ഒരു ഉറപ്പിൻ്റെ പുറത്തൊന്നും ഉണ്ടാവേണ്ടതല്ല എന്ന് പറയുക. പിന്നെ ഈ ലോകത്ത് കല്യാണം കഴിക്കുന്ന അറേഞ്ച് മാരേജും വീട്ടുകാരെ ഉറപ്പിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ഒരു വാക്കിൻ്റെ പുറത്ത് ജീവിക്കുന്നവർ തന്നെ, വാക്കിൻ്റെ പുറത്തുണ്ടാകുന്ന സ്നേഹം തന്നെയല്ലേ, അതൊന്നും ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിക്രത്തിൻ്റെ അവിടെ തന്നെയുള്ള അനിയൻകുട്ടൻ്റെ പിറന്നാളാണെന്ന് ഇന്ന്. അപ്പോൾ അവനൊരു ട്രീറ്റ് കൊടുക്കണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രി 8 മണിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ അവനൊരു ട്രീറ്റ് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദേനെയാണ്. വേദ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീജേടത്തി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീജേടത്തി ശരി മോളെ ഞാൻ വൈകുന്നേരത്തേക്ക് സെറ്റാക്കിയിട്ട് അയച്ചു തരാം, നീ ഇപ്പോൾ സമാധാനമായിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ആരാ മോളാണോ ചോദിക്കുന്നുണ്ട്. അതെ, അവളുടെ ക്ലാസ്സിൽ എല്ലാവരും ഓരോ ദിവസം ഓരോ കഥ പറയണത്രേ, നാളെ അവളുടെ ഊഴാണ് എന്ന്. അപ്പോഴേക്കും ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് വേദ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഞാനും ഒരു കഥയില്ലാത്തവളാ, ഇവിടുന്ന് ഞാനെങ്ങനെ കഥ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുകയാണ്. പിന്നെ എങ്ങനെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അതിനല്ലേ അവളുടെ വേദ ചെറിയമ്മ, നീ എനിക്കൊരു കഥ പറഞ്ഞു തരണം, ചെറിയൊരു കഥ മതി, ഞാനത് അവൾക്ക് പറഞ്ഞു കൊടുത്തോളാം, അവളത് അവളുടെ രീതിയിൽ എഴുതിക്കോളും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഒരു രാജാവിൻ്റെ ചെറിയ തെറ്റുകൾക്ക് പോലും ആൾക്കാരെ ശിക്ഷിക്കുന്ന ഒരു രാജാവിൻ്റെ കഥ കേട്ടോ. അങ്ങനെ ആ രാജാവിൻ്റെ ഭരണത്തിൽ നിന്ന് കുറ്റം കണ്ടുപിടിച്ച ഒരാൾക്ക് വധശിക്ഷ വിധിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വധശിക്ഷ വിധിക്കുമ്പോൾ അയാൾ അവസാനമായിട്ടൊരു ആഗ്രഹം ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിലൊന്ന് പോയി വരാനുള്ള അനുവാദം വേണമെന്ന്. അപ്പോൾ രാജാവ് ആദ്യം സമ്മതിക്കില്ല. നീ പോയിട്ട് തിരിച്ചു വരുന്ന എന്താ ഉറപ്പ് എന്നാണ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ എണീച്ച് നിന്ന് പറഞ്ഞു, അവൻ വന്നില്ലെങ്കിൽ ആ വധശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം, അവനെ വിട്ടയക്കണം, പോയിട്ട് വരാൻ അനുവദിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട്, അത് പറയാൻ നീ ആരാണ് എന്ന്. ഞാൻ അവൻ്റെ കൂട്ടുകാരനാണ്, അവൻ വന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അയാളെ അവിടെ നിർബന്ധിയാക്കിയിട്ട് ഇയാളെ വിട്ടയക്കുകയാണ്. ഇയാൾ വീട്ടിൽ പോയിട്ട് ഭാര്യേനെയും മക്കളെയൊക്കെ കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. വരുന്ന ഇടയ്ക്ക് ഇയാളുടെ കുതിര ഒരു കുഴിയിൽ പെട്ടിട്ട് ഇയാൾക്ക് അപകടം പറ്റാൻ കേട്ടോ. പലരോടും സഹായം ചോദിച്ച് ഏന്തി വലിഞ്ഞൊക്കെ അയാൾ വരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സമയമായിട്ടും തൻ്റെ സുഹൃത്തിനെ കാണാനില്ല എന്നുള്ള പേടിയൊന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവൻ വരാതിരിക്കില്ല എന്നൊരു വിശ്വാസം ആ സുഹൃത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വധശിക്ഷയ്ക്ക് ഈ സുഹൃത്ത് തയ്യാറാവുകയാണ്. തൻ്റെ സുഹൃത്തിനെ കാണാഞ്ഞിട്ട് വധശിക്ഷയ്ക്ക് തയ്യാറാവുന്നതിന് തൊട്ട് മുൻപേ ആ സുഹൃത്ത് ഏന്തി വലിഞ്ഞ് ആ രാജസദസ്സിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഉറക്കെ വിളിച്ച് പറയുകയാണ്, ഞാൻ എത്തിക്കഴിഞ്ഞു, അവനെ വിട്ടയക്കൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സുഹൃത്ത് പറയുന്നുണ്ട്, വേണ്ട സുഹൃത്തെ, നീ പോയിക്കോളൂ, ഞാൻ മരണത്തിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്, ഇനി നീ പോയി നിൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ സുഹൃത്ത് പറയുന്നുണ്ട്, വേണ്ട സുഹൃത്തെ, എനിക്ക് വേണ്ടി നീ മരണം ഏറ്റുവാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, മതി, നിങ്ങളുടെ സൗഹൃദം, നിങ്ങളുടെ സ്നേഹം എൻ്റെ കണ്ണ് തുറപ്പിച്ചു, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മോചിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും വിട്ടയക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ കഥ, എങ്ങനെയുണ്ട് കഥ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീജേടത്തി പറയുകയാണ്, നല്ല കഥയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീജേടത്തി എണീക്കാൻ പോകുമ്പോൾ വേദ പറയുന്നത്, നിൽക്ക്, ഒരു ചോദ്യം കൂടി ഉണ്ട് പറയാൻ കേട്ടോ. അപ്പം നന്ദിനി അടുത്ത് പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ലേ, വേദാളല്ലേ, കഥ കഴിഞ്ഞ് ചോദ്യം ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. ഇന്ന് നന്ദിനി അടുത്തോട് വേദയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഈ 2 സ്വഭാവമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്, ആരാന്ന് അറിയോ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രണ്ടുപേരും ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിക്രമാണത്, ഈ 2 സുഹൃത്തുക്കളുടെയും സ്വഭാവമുള്ള ഒരാളാണ് വിക്രം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ചിരിച്ചിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിൽ നിന്ന് മാഷ് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, അതിലൊരു തിരുത്തുണ്ട്, വേറൊരു സ്വഭാവം കൂടി ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ വേദേനെയും കൂടി കൂട്ടിയിട്ടാണ് വിക്രം ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നതും പിന്നെ അവിടെ കുറച്ച് കശുപിശയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്